യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 50% താരിഫ് ഭീഷണിക്കിടയിലും റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മുകേഷ് അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പ്. സെപ്റ്റംബറിലും ഇന്ത്യയുടെ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിക്കുമെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് പോലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും റഷ്യൻ കമ്പനിയായ റോസ്നെഫ്റ്റിന്റെ പിന്തുണയുമുള്ള നയാറ എനർജിയുമായിരിക്കും പതിവ് പോലെ റഷ്യയിൽ നിന്നും വലിയ തോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുക. രണ്ട് കമ്പനികളും ചേർന്ന് ഓഗസ്റ്റ് മാസത്തെ അളവുകളെ അപേക്ഷിച്ച് 10 മുതൽ 20% കൂടുതൽ ബാരൽ എണ്ണ വാങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് 3 വ്യാപാര സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. യുക്രൈൻ ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് റഷ്യയുടെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഇതോടെ റഷ്യൻ ഉൽപ്പാദകർ അവരുടെ റിഫൈനറികളിൽ എണ്ണ പൂർണ്ണമായി പ്രോസസ് ചെയ്യാൻ കഴിയുന്നുമില്ല. ഈ സാഹചര്യത്തിൽ കൂടുതൽ ക്രൂഡ് ഓയിൽ വിൽക്കാനായി റഷ്യ വില കുറയ്ക്കാനും സാധ്യതയുണ്ട്. ഇന്ത്യയിലില്ലെങ്കിൽ റഷ്യയ്ക്ക് നിലവിലുള്ള കയറ്റുമതി തോത് നിലനിർത്താൻ ബുദ്ധിമുട്ടാകും. ഇത് റഷ്യയുടെ ബജറ്റിനെയും യുക്രൈന്റെ യുദ്ധത്തിന്റെ തുടർച്ചയ്ക്കുമുള്ള എണ്ണ കയറ്റുമതി വരുമാനത്തെയും വലിയ തോതിൽ ബാധിക്കും. റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ റിലയൻസ് ഇൻഡസ്ട്രീസിനോടും നയാറ എനർജിയോടും വിവരങ്ങൾ തേടിയെങ്കിലും അഭ്യർത്ഥനയോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും വാസ്തവമാണ്. ഇന്ത്യയുടെ എണ്ണ മന്ത്രാലയവും ഓഗസ്റ്റ് 28-ന് അഭിപ്രായത്തിനായുള്ള അഭ്യർത്ഥനയ്ക്ക് മറുപടി നൽകിയില്ലെന്നും റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2022-ലെ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ യുഎസും യൂറോപ്യൻ യൂണിയനും ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ നിലവിൽ വന്നതിന് ശേഷമാണ് ഇന്ത്യ റഷ്യ ക്രൂഡ് ഓയിലിന്റെ ഏറ്റവും വലിയ വാങ്ങലുകാരായി മാറുന്നത്. ഇത് ഇന്ത്യൻ റിഫൈനറികൾക്ക് കുറഞ്ഞ വിലയിൽ എണ്ണ ലഭിക്കാൻ സഹായകവുമായി. എന്നാൽ ഈ വാങ്ങലുകൾ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിമർശനത്തിന് ഇടയാക്കുകയും 50% തീരുവ എന്നതിലേക്ക് എത്തുകയായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ യുക്രൈൻ 10 റിഫൈനറികളെ ആക്രമിച്ചതോടെ രാജ്യത്തിന്റെ റിഫൈനിംഗ് ശേഷിയുടെ 17% വരെ കേടുപാടുകൾ സംഭവിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഈ സാഹചര്യത്തിൽ റഷ്യയ്ക്ക് ഇപ്പോൾ സ്വന്തം സൗകര്യങ്ങൾ പ്രോസസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യാനായി ലഭ്യമാണ്. വോർടെക്സ് ഡാറ്റ അനുസരിച്ച് ഓഗസ്റ്റ് മാസത്തെ ആദ്യ 20 ദിനങ്ങളിൽ ഇന്ത്യ പ്രതിദിനം 1.5 മില്യൺ ബാരൽ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തു. ഇത് ജൂലൈയിലെ അളവിന് സമാനമാണെങ്കിലും ജനുവരി ജൂൺ ശരാശരി 1.6 മില്യൺ ബാരൽ ദിവസത്തേക്കാൾ അല്പം കുറവാണ്. ഈ അളവ് ആഗോള വിതരണത്തിന്റെ ഏകദേശം 1.5% വരും. ഫലത്തിൽ ഈ കണക്കുകളെല്ലാം ഇന്ത്യയെ കടൽ വഴിയുള്ള റഷ്യൻ ക്രൂഡിന്റെ ഏറ്റവും വലിയ വാങ്ങലുകാരനാക്കും മാറ്റുന്നുമുണ്ട്. ഒക്ടോബറിൽ ഇന്ത്യയിലേക്ക് എത്തുന്ന കാർഗോകളിൽ മാത്രമേ ഉപരോധങ്ങളുടെയും തീരുവകളുടെയും പൂർണ്ണ പ്രത്യാഘാതം വ്യക്തമാകൂ എന്നും വിപണി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ മാത്രമാകും ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കുക. യുഎസ് തീരുവകൾക്ക് പുറമെ റഷ്യയുടെ എണ്ണ വരുമാനം പരിമിതപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയൻ വില പരിധി കർശനമാക്കിയിട്ടുമുണ്ട്. ഇത് ഈ വർഷാവസാനം വിൽപ്പന സങ്കീർണമാക്കും.